ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒരു ക്രിസ്മസ് ക്രിബാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തെർമോക്കോളാണ്. ഒരു തെർമോക്കോൾ പീസ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് സൈസിലുള്ള പുൽക്കൂടാണ് വേണ്ടത് അതിനനുസരിച്ച് തെർമോക്കോൾ മുറിച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ പീസ് തെർമോക്കോൾ എടുക്കുന്നുണ്ട്, അതായത് ഭിത്തിയായിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഈർക്കലി ആണെങ്കിൽ തെർമോക്കോൾ പീസിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്ന തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പകരം വാൾപുട്ടി അതിന് യൂസ് ചെയ്താൽ മതി. അത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സെൻട്രലായിട്ട് ഒരു ഭിത്തി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബേസിലൊന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ 2 ഈർക്കലി ബേസിൽ തന്നെയാണ് ഞാൻ കുത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് തെർമോക്കോൾ പീസ് വെച്ച് കൊടുത്തു. ഇനി അടുത്തൊരു സൈഡിലായിട്ട് ഒരു ഭിത്തിയും കൂടെ വേണം. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു തെർമോക്കോൾ പീസ് എടുത്തിട്ട് ഒരു കവാടം പോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു കവാടം നന്നായിട്ട് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ ഭിത്തിയിൽ ഇങ്ങനെ വരച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീടിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൈകൊണ്ടൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ അത് ആ ലെവലിൽ തന്നെ കിട്ടും. അടുത്തായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭിത്തിയിലൊക്കെ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് ഒരു ബ്രിക്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ വിൻഡോ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഈ തെർമോക്കോൾ ഇച്ചിരി വീതി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒറ്റയ്ക്ക് കട്ട് ചെയ്താൽ ഷേപ്പിന് കിട്ടത്തില്ല. ഇനി കുറച്ച് വാൾപുട്ടിയിൽ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു കവാടം ഉണ്ടാക്കിയില്ല, അപ്പോൾ അതിൻ്റെ നടുക്കത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നല്ലോ, അത് ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാൻ ഒരു ഡോറായിട്ട് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഭിത്തിയിലും അതുപോലെ തന്നെ നിലഭാഗത്തുമായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. വിൻഡോയുടെ ആ ഒരു ഭാഗത്തും നന്നായിട്ട് ഷേപ്പ്, ഒരു ഭിത്തിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് ഇട്ട ഒരു ഭിത്തിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഭിത്തി തെക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചാണ് തെക്കാനായിട്ട്. നമ്മളവിടെ ഒരു ബ്രിക്സിൻ്റെയൊക്കെ ഒരു ഷേപ്പ്, അതായത് കല്ലൊക്കെ കാണാവുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനി ഞാനാണെങ്കിൽ സ്റ്റെപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിൽ സ്റ്റെപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ലെയർ മാത്രമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു ശരി ഗ്യാപ്പൊക്കെ അവിടെ വന്നു. പക്ഷെ കുഴപ്പമില്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ സ്റ്റെപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേശ്ശെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡിൽ സ്റ്റെപ്പ് കട്ട് ചെയ്തെടുത്ത് വന്നു. ഇനി നേരത്തെ നമ്മൾ ഒടിച്ച് മാറ്റി വെച്ചിരുന്ന തെർമോക്കോൾ പീസുകളുണ്ട്, അതെല്ലാം എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. പാറക്കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെയാണ്. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ബാക്കി വരുന്നത് ഇതുപോലെ ബേസിലോ അങ്ങനെ തേച്ചങ്ങ് വിട്ടാച്ചാൽ മതി. ഇനി ഒരു 3 തെർമോക്കോൾ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാറയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് എടുത്തിട്ട് നിലത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഇനി അടുത്തായിട്ട് നമുക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കൂടുതൽ വൈറ്റ് കളർ തന്നെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേ കളർ, അതുപോലെ ബ്ലാക്ക്, പിന്നെ കുറച്ച് പായലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ബ്രിക്സിൻ്റെ ഇടയ്ക്കൂടെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേ കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പെയിൻറ്റിംഗ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഭിത്തിയിൽ അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. അടുത്തൊരു ഡോർ കളർ ചെയ്യുകയാണ്. ഫസ്റ്റ് ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനിടയ്ക്കായിട്ട് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ബ്ലാക്ക് കളർ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പഴയ ഒരു വുഡിൻ്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഭിത്തിയിലൊക്കെ ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഗ്രേ കളറൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പായലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീനും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ടും മുകൾ ഭാഗത്ത് ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു എഫക്റ്റ് ഉള്ള ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വിൻഡോയുടെ ചുറ്റും കുറച്ച് പച്ചപ്പൊക്കെ പായലൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ ഒന്ന് ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടും കുറച്ച് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഭിത്തിയിൽ നിലഭാഗത്തായിട്ട് നിലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭിത്തിയിലൊക്കെ കുറച്ച് ബ്രൗണും അതുപോലെ തന്നെ ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തു. ഇനി നിലത്ത് നമ്മൾ ഗ്രേ കളർ, അതായത് പർപ്പിൾ ലാവൻഡർ കളറിൽ ബ്ലാക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഗ്രേ കളർ പോലത്തെ ഒരു കളറാണിത്. അതിന് മുകളിലായിട്ട് എന്നിട്ട് ലൈറ്റ് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചാരത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ്, ചാരം തേച്ചതുപോലെ ഒരു എഫക്റ്റൊക്കെ അന്നേരം കിട്ടും. കുറച്ചധികം പെയിൻറ്റ് വേണം നമുക്ക് നിലം ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തുന്ന സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും, ഒത്തിരി പെയിൻറ്റ് വേണം. അപ്പോൾ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഉദ്ദേശിച്ച ഒരു കളറും കിട്ടും, പെട്ടെന്ന് പണിയും തീരും. അപ്പോൾ ഇങ്ങനെയാണ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിരിക്കുന്ന ലുക്ക്. ഇനി കുറച്ച് ഇതുപോലത്തെ മുളയുടെ കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കാലത്തോളത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 കമ്പ് ഇതുപോലെ ഒന്ന് നാട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു കമ്പ് ഇതുപോലെ വെച്ച് കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഷെഡാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വേലി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കമ്പ് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് വിറകൊക്കെ വെട്ടി കീറി എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന മരത്തിൻ്റെ തോലാണ്. അപ്പോൾ അത് ഞാനതൊന്ന് എടുത്തിട്ട് ഷെഡിന് മുകളിലായിട്ട് മേൽക്കൂരയായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം പോലത്തെ അടപ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രമാണ്. അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് അടപ്പെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നമ്മൾ ഈർക്കിലേക്ക് ഒട്ടിച്ച് ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ജൂട്ട് ത്രെഡ് ചുറ്റുമാണ് ചെയ്യുന്നത്. ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാനൊരു ഷവലാണ് ഉണ്ടാക്കുന്നത്. അതായത് ചാണകമൊക്കെ കോരാൻ ഉപയോഗിക്കുന്ന ആ ഒരു കോരി. അത് ഇതുപോലെ ഒരു കട്ടിലൊരു പേപ്പർ എടുത്തിട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് ബാമ്പു സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മുകളിൽ ഒരു പേപ്പർ കഷ്ണം കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പർ കഷ്ണത്തിന് അടിഭാഗം ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു സിൽവർ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിരിയുടെ ഭാഗത്തായിട്ട് ബ്രൗൺ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോരിയും റെഡി ആയിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റ് ഒരു മൂല വെക്കുന്നുണ്ട്. തൊഴുത്തിനോട് ചേർന്ന് തന്നെ കോരിയും വെക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് സാധനം മേടിക്കാൻ കിട്ടുന്ന ബ്രൗൺ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. വൈക്കോലിന് പകരം നമുക്ക് തൊഴുത്തിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ചകിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചകിരിയൊക്കെ ഒന്ന് പിച്ചിക്കീറി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പുല്ലുകെട്ടും അതുപോലെ തന്നെ ഒരു ചൂലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പുല്ലുകെട്ട് റെഡി ആയിട്ടുണ്ട്, ചൂലും റെഡിയായി. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം.
ഇതുപോലത്തെ ഒരു കുഞ്ഞു മാലാഖനെ വെക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഗബ്രിയേൽ മാലാഖ ഇതുപോലെ ഒരു തെർമോക്കോൾ പീസൊക്കെയാണ്, കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് തൂക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയൊരു മാലാഖനെ വെച്ച് കൊടുത്തു. ഡോറിന് മുകളിലായിട്ടൊരു സ്റ്റാർ വെച്ച് കൊടുത്തു. ഇനി ഇതൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു പായലൊക്കെ പോലെ പിടിച്ചിരിക്കുന്ന കല്ലിൻ്റെയൊക്കെ അവിടെ പിടിച്ചിരിക്കുന്ന പോലെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് സ്ക്രബ്ബർ പിച്ചെടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പാറയുടെ പുറത്തുമെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീനറി എഫക്റ്റും കിട്ടും. ഇനി ഒരു ഏണിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മുളയുടെ പീസ് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിരുന്ന ആ ഒരു മുളപ്പീസ് വെച്ചിട്ട് തന്നെ കോവണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഉണ്ണീഷനെ വെക്കാനായിട്ട് ഒരു മെത്ത പോലെ കുറച്ച് ചകിരി വെച്ചു. പുൽക്കൊടിലോട്ട് വെട്ടം കെട്ടാനായിട്ട് സ്ട്രിംഗ് ലൈറ്റ് വെച്ച് കൊടുത്തു. ഇനി മാതാവിനെയും ഔസേപ്പിതാവിനെയും അതുപോലെ ഓരോ രൂപങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആട്ടിടയന്മാരെയും പൂജരാജാക്കന്മാരും 2 പേരുണ്ടായിരുന്നു, അവരെയും വെച്ച് കൊടുത്തു. 2 ആട്ടുകുഞ്ഞുങ്ങളെയും വെച്ച് കൊടുത്തു. തൊഴുത്തിലായിട്ട് പശുവിനെ വെച്ചു. ലാസ്റ്റ് ഉണ്ണിയേശുവിനെയും വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ക്രിബിൻ്റെ ഫൈനൽ ലുക്ക്. നൈറ്റിലുള്ള വ്യൂ ഇങ്ങനെയായിരിക്കും. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ക്രിസ്മസ് ക്രിബാണിത്. വളരെ ചിലവ് ആകെപ്പാടെ തെർമോക്കോൾ ഒരു ചെറിയ പീസ് മേടിക്കുന്നതിന് മാത്രമുള്ള ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഉള്ള മെറ്റീരിയൽ, നമ്മുടെ പറമ്പിലേക്ക് കിടക്കുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞൊരു ക്രിസ്മസ് ക്രിബാണ്. അപ്പോൾ ഇന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ക്രിബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ക്രിബാണിത്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.